മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപകളും വലിയ അനുഗ്രഹങ്ങളും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു ധ്യാനിക്കുന്നുണ്ട്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം മനുഷ്യനെ രക്ഷിക്കാനായി ദൂരെ നിന്ന് കൽപ്പിക്കുകയല്ല ചെയ്തത്, അവിടുന്ന് മനുഷ്യനോട് ഒപ്പം വന്നു, കൂടെ വന്നു. നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ അവിടുത്തേക്ക് അപരിചിതമല്ല. അവിടുന്ന് എല്ലാം അറിയുന്നു. ദൈവം നമ്മെ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ മനസ്സിലാക്കുന്നു, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. നമ്മുടെ സർവ്വ ദൗർബല്യങ്ങളും അവിടുന്ന് അറിയുന്നു, നമ്മുടെ സർവ്വ കുറവുകളും അവിടുന്ന് അറിയുന്നു. കാരണം അവിടുന്ന് നമ്മുടെ കൂടെയാണ് ഉള്ളത്, അകലങ്ങളിലല്ല. ഈ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ചിന്തയുണ്ടായിരിക്കണം, അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്. അകലങ്ങളിലിരിക്കുന്ന ഒരു ദൈവമല്ല, എൻ്റെ കൂടെയിരിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഇത് ജീവിതത്തിന് വലിയൊരു ശക്തിയായിരിക്കും. ജീവിതത്തിൻ്റെ ഏത് കുറവ് വന്നാലും ഏത് ദൗർബല്യം വന്നാലും എന്നെ അറിയുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തും. വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടുന്നുമില്ല, കുറയുന്നുമില്ല. വീഴ്ചയ്ക്ക് ശേഷം ഒരു ഉയർച്ച, തോൽവിക്ക് ശേഷം പുതിയൊരു തുടക്കം, അത് ദൈവം നൽകുമെന്നാണ് ഈ വചനത്തിലൂടെ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുക. ദൈവകൃപ എന്നുള്ളത് അത് അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്നതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. നമ്മളൊക്കെ ബലഹീനരാണ്, പാപികളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും, ജീവിതത്തിൽ താഴ്ചകളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടി വരും. വീഴ്ചകളുണ്ടാവും, തോൽവികളുണ്ടാവും. എന്നാൽ വീഴ്ചകൾക്ക് ശേഷം അവിടുന്ന് ഒരു ഉയർപ്പ് നൽകുമെന്നുള്ള ആഴത്തിലുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. തോൽവിക്ക് ശേഷം പുതിയൊരു തുടക്കം അവിടുന്ന് നമുക്ക് നൽകും. അതുകൊണ്ട് താഴ്ചകളിലും തോൽവികളിലും നമ്മൾ ആരും നിരാശപ്പെടേണ്ട. കാരണം അവിടുന്ന് കൃപയ്ക്ക് മേൽ കൃപ, അത് ഓരോ ദിവസവും നമുക്ക് നൽകുകയാണ്. ഓരോ ദിവസവും അവിടുന്ന് നൽകുന്ന ആ കൃപ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും 18-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന അവിടുത്തെ ഏകജാതനാണ് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. പിതാവായ ദൈവത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈശോനാഥൻ വെളിപ്പെടുത്തിയ ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഈശോ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയത് അവിടുന്ന് സ്നേഹിക്കുന്നവനാണ് എന്നുള്ളതാണ്. കല്ലെറിയുന്ന നിയമത്തെയല്ല, ഗാഢമായ ആലിംഗനം ചെയ്യുന്ന സ്നേഹമുള്ള ദൈവത്തിൻ്റെ ഒരു ഹൃദയത്തെയാണ് ഈശോനാഥൻ നമുക്ക് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് നോക്കി നമ്മളെ കല്ലെറിഞ്ഞ് ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്ത് സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ജീവിതത്തിൽ ഇന്ന് വരെ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കുറവുകളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നോക്കുക. ദൈവത്തെ അറിയണമെങ്കിൽ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ മതി. ആ ക്രൂശിൽ ദൈവമുണ്ട്, ദൈവം എന്താണെന്നുണ്ട്, ദൈവം ആരാണെന്നുണ്ട്. കുറവുകളിൽ, വേദനകളിൽ ക്രൂശിലേക്ക് നോക്കാം, ദൈവത്തെ തിരിച്ചറിയാം. ഈ 3 ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇന്നേ ദിവസം സ്വീകരിക്കുക. അകലങ്ങളിലിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, കൂടെ ആയിരിക്കുന്നവനാണ്. അതുപോലെ തന്നെ കൃപയ്ക്ക് മേൽ കൃപ ഓരോ നിമിഷവും അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. നമ്മെ കല്ലെറിയുന്ന ദൈവമല്ല, ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്ത് സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവം.
ആ സ്നേഹത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിച്ച് സംരക്ഷിച്ച് പരിപാലിക്കണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും അഴിയട്ടെ. ഇവരുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ എല്ലാ ഉപദ്രവങ്ങളും നിർവീര്യമാകട്ടെ. ശാപശക്തികൾ നിർവീര്യമാകട്ടെ. ആപത്തുകളും അപകടങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. തിന്മ തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരെ അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.